തൂവാനക്കൊമ്പത്തേ പൂന്തിങ്കൾ പൂമ്പാറ്റേ തൂവലോലുമീ കുഞ്ഞു നെറ്റിമേൽ ചന്ദനത്തണുപ്പ്. ഹലോ ഗൈസ്, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഐപാഡിലാണ്. ഈ പണ്ടാരത്തിൻ്റെ ക്യാമറ ഓടെ നിങ്ങൾക്ക് അറിയില്ല, ഓടും കാണില്ല ക്യാമറ. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഐപാഡിലാണ്. വൈ എന്ന് ചോദിച്ചാൽ എൻ്റെ ഫോണിൽ ചാർജ് കുത്തി വെച്ചേക്കാണ്. ചാർജ് ആവണ വരെ നമുക്ക് ഇതിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വീഡിയോ എടുക്കുന്നത്. സോയാ എനിക്കറിയില്ല എങ്ങനെ ആവുമെന്നുള്ളത്. കുറച്ച് നേരം എടുക്കുള്ളൂ കേട്ടോ, ആ ഫോൺ ചാർജ് ആവണ വരെ മാത്രം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്, പക്ഷേ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് അല്ല. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിൽ ഇന്ന് എനിക്ക് കുറേ കൊളാബറേഷൻ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന വർക്ക്സ് ഉണ്ട്. കാരണം എക്സാമും അങ്ങനത്തെ ക്ലാസ്സും കാര്യങ്ങളും കൊണ്ട് പെൻഡിങ് ആയതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമുക്കും യൂട്യൂബുക്കും ഉള്ളതൊക്കെ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് അതിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് അത് ചെയ്യലെന്നും കാണിച്ചു തരാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. ഫസ്റ്റ് നമുക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയർ അല്ല, ജസ്റ്റ് ലിപ് ബാമും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. ബൈ അല്ല ഹായ്. സോ എൻ്റെ ഐപാഡിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം എന്നോട്. ഇനിയിപ്പോൾ എന്താ ഞാൻ പറയാം. അപ്പം എന്തൊക്കെയാണ് വർക്ക്സ്. എനിക്ക് ചിരി വരിക, ഇന്ന ഇത്ര വലിയ സ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇന്നെ കണ്ടിട്ട് എനിക്ക് ചിരി വരിക. അപ്പം നിങ്ങൾ പറയണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അല്ല നിങ്ങൾ പറയണം. നിങ്ങളല്ല ഞാൻ. ഇതാണ് ഞാൻ ഓൺ വോയിസ് എടുക്കാത്തതിൻ്റെ, മീൻസ് ഇങ്ങനത്തെ റെക്കോർഡിങ് എടുക്കാത്തതിൻ്റെ കാരണം. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. വോയിസ് ഓവർ ആകുമ്പോൾ കുഴപ്പമില്ല, നടന്നത് വിശദീകരിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ നടക്കണതേ വിശദീകരിക്കണ്ടേ, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ എന്തൊക്കെ വർക്ക്സ് ആണെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലേ ദിവസത്തെ വ്ളോഗോ അതിൻ്റെ പിറ്റത്തെ വ്ളോഗോ കണ്ടിക്കണമെങ്കിൽ മനസ്സിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെൻഡിങ് വർക്ക്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പിടിക്കണം, ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ തലമണ്ട മാത്രം കിട്ടുള്ളൂ. ഫോണാണെങ്കിൽ ചാർജ് ആകണമില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ. ഓക്കെ അതന്നെ. ഫസ്റ്റ് ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ വിഷ്കറിൻ്റെ ഇത് നമ്മളെ വിഷ്കറിൻ്റെ ലിപ് ബാമാണേ. അവളെ തല്ലി പൊളിക്കണ്ട എന്തൊക്കെ. ഓക്കെ, നമ്മളെ വിഷ്കറിൻ്റെ ലിപ് ബാമാണ്. കുറച്ചിട്ട് കൊടുക്കും, കുറച്ച് ഇപ്പോഴാണ് ചുണ്ടിനൊരു ജീവൻ വെച്ചത്. മറ്റേത് ഡ്രൈ ആയിട്ട് മരുഭൂമി ആയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ലിപ്പ് ഓയിൽ. ഞാൻ ലിപ്പ് ഓയിൽ അങ്ങനെ യൂസ് ചെയ്യലില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് ലിപ്പ് ഓയിൽ. പക്ഷെ എനിക്കത് ഇഷ്ടമായി. മാഴ്സിൻ്റെ വാങ്ങി മാഴ്സിൻ്റെ പകുതി സാധനം എൻ്റെ അടുത്തുണ്ട്. പക്ഷേ വൈറൽ സാധനമൊന്നും എനിക്ക് വാങ്ങാൻ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. വൈന്ന് കഴിച്ചാൽ വെറുതെ പ്ലംബായി നിന്നോട്ട് ചുണ്ട് കണ്ടത് ഗ്ലോസ് ഇട്ട മാതിരി രസല്ലേ. നല്ലൊരു ടിൻറ്റ് കിട്ടും ഇത് ആക്ച്വലി പ്ലംബിങ് കളർ ചേഞ്ച് ലിപ്പ് ഓയിലാണ്. ഈ സെയിം സാധനം ഇപ്പോൾ അവൈലബിൾ അല്ല. ഇതിൻ്റെ വേറൊരു കളർ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. ഇത് എപ്പോഴാണ് സ്റ്റോക്ക് ആവാന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തപ്പിട്ട് നിങ്ങൾക്ക് ലിങ്ക് തരാം. ഓക്കെ, സോ ഇനി നമുക്ക് മോയ്സ്ചറൈസറും കൂടെ ഇടാം. കാരണം എനിക്ക് മെയിനായിട്ട് എൻ്റെ ലിസ്റ്റിൽ ഒരു സെറത്തിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്, ഒരു സൺസ്ക്രീനിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ സ്കിൻ കെയർ ഫുള്ളായില്ലേ. എനിക്ക് ഇത് മാത്രം ഇട്ടാൽ മതി. മോയ്സ്ചറൈസർ മാത്രം, ബാക്കി അതിൻ്റെ കൂടെ വന്നോളും. പിന്നെ ഇപ്പോൾ എന്താ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഒരു ടോപ്പ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് നമുക്ക് സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒന്നുമില്ല. ആക്കിയൊക്കെ വീട്ടിലാണ് എൻ്റെ കൊറിയർ. ഞാൻ ബുദ്ധി കളിക്കും. ഞാൻ ഇങ്ങനെ ബ്രാൻഡ്സിനോട് ചോദിക്കുമ്പോൾ ഞാൻ നേരെ എൻ്റെ വീട്ടിലത്തെ അഡ്രസ്സ് കൊടുക്കും. ബിക്കോസ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റൂല. എക്സാമിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ ഇവിടെ നമുക്ക് സൗകര്യം കുറവാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഞാൻ വീട്ടിൽ അഡ്രസ്സ് എടുക്കും. അപ്പോൾ ഒരിക്കും സാധനം ഡെലിവറി അല്ലേക്ക്. അപ്പോൾ ഞാൻ പറയും എനിക്ക് ആക്ച്വലി ദാറ്റ്സ് ദ റീസൺ, ബട്ട് സ്റ്റിൽ എനിക്ക് എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ അപ്പോഴാണത്തെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് കുറേ ചെയ്യാണ്ട്. ഞാൻ ചിലപ്പം ഈദിന് ഞാൻ വീട്ടിൽ പോകും. ഇൻഷാ അല്ലാഹ് 4-ാം തീയതി 3-ാം തീയതി ഞാൻ വീട്ടിൽ പോകും. അപ്പോൾ ആ 2 ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാൻ കുറേ വർക്ക്സ് ഉണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെമസ്റ്റർ എക്സാം ഉണ്ട്. അതും കൂടി നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ പോവാം. പിന്നെ ടെൻഷനൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് കാലം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിപ്പാണ്. ലൈക്ക് വാട്ട് എവർ ഐ വാണ്ട് ടു ഡു ഐ ക്യാൻ ഡു വിത്തൗട്ട് അക്കാഡമിക് സ്ട്രെസ്. ദാറ്റ്സ് ആക്ച്വലി ഫീൽ സോ ഗുഡ്. വിത്തൗട്ട് അക്കാഡമിക് സ്ട്രെസ് ഇല്ലാണ്ടൊന്നും വർക്കിനെ പറ്റി ആലോചിക്കേണ്ട, പ്രാക്ടിക്കലിനെ പറ്റി ആലോചിക്കേണ്ട, പ്രോജക്റ്റിനെ പറ്റി ആലോചിക്കേണ്ട. ഇറ്റ്സ് ആക്ച്വലി ഫീൽ സോ ഗുഡ് റൈറ്റ്. അതെ. അപ്പോൾ അതാണ് നമ്മൾ
നമ്മുടെ പ്ലാൻ. ഇനി ഈ ഒരു ബുക്കിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് സംഭവങ്ങൾ ഇപ്പം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കോസിക്കാരൻ്റെ സെറം ഉണ്ട്, അത് ഇൻസ്റ്റാഗ്രാമൊക്കെയാണ്. ഒരു സൺസ്ക്രീൻ ഉണ്ട്, അത് വെടുക്കാണ്. ബാക്കിയുള്ളതൊക്കെ ബാക്കി 2 സാധനം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ ഫോണ് ചാർജ് അയക്കണം, നോക്കട്ടെ 30 അയക്കണം. എനിക്ക് ഇപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്, എൻ്റെ ഐപാഡിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇത്ര നേരം ഇതിൻ്റെ ഉള്ളിൽ കയറിക്കണ പോലെ എടുത്തിനെ. മൈ ഹോൾ ലൈഫ് വാസ് എ ലൈ. ലൈക്ക് ഇങ്ങനെയുണ്ട്. വേറൊരു സംഭവം ഇതെനിക്ക് അറിയില്ലേ, ഇങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ലൈക്ക് ഐ തിങ്ക് 2-3 വൈഡാക്കിയിട്ട് എടുക്കാൻ പറ്റും, നോർമലാക്കി എടുക്കാൻ പറ്റും. അതും ഫ്രണ്ട് ക്യാമറയിൽ ഈ ഒരു ഓപ്ഷൻ നമ്മളെ ഫോണിൽ പോലും ഇല്ല. ലൈക്ക് ബ്രോ എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് ഇത്ര ഇടങ്ങിയതാ, ഇത്ര നേരം വീഡിയോ എടുത്തില്ലേ. ഞങ്ങൾക്ക് ക്ലാരിറ്റി ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഫുൾ വ്ളോഗിൻ്റെ ഐപാഡിലെടുക്കും. വൈ ഡിഡ്ന്റ് ഐ നോ ദിസ് ഏർലിയർ? ലൈക്ക് വൈ? ഞാൻ എന്ത് മണ്ടത്തിയാണ്. ഞാൻ ഇതിലത്തെ ക്യാമറ തുറക്കാറേ ഇല്ല, ഓപ്പൺ ആക്കി നോക്കാറ് പോലും ഇല്ല. അതിൻ്റെ ഒരു കുറവാണിത്. ഇനി എന്തായാലും ഞാൻ ഇതിൽ വ്ളോഗ്സ് എടുക്കും, ബിക്കോസ് വൈ നോട്ട്. ഇതാകുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്, അപ്ലോഡ് ചെയ്യാനും എല്ലാം കൊണ്ടും ഭയങ്കര സുഖമാണ്. നൈസ്, ഇഷ്ടപ്പെട്ടു. ഇത്ര നേരം ചെയ്തിരുന്ന സാധനം കാണില്ല, അതെന്താണ് ഇങ്ങനെ ഇത്ര നേരം ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് നാക്കിയത്? ആ സാധനം ഇപ്പോൾ വരുന്നില്ല, അതെന്താണ്? എന്താണല്ലോ നമുക്ക് സാധനം കിട്ടിയാൽ നമുക്കത് മതി. അപ്പം ഇങ്ങനെ വെച്ചോ കേട്ടോ, എല്ലാവരും വെക്കുന്നതാണ്. ഒരു മിനിറ്റ് കേട്ടോ, ടപ്പ് ടപ്പ് സൗണ്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കാര്യമൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗ് എടുക്കാത്തത്. പക്ഷേ ഞാൻ തളരില്ല, വെക്കണം വിചാരിച്ച് നമ്മൾ വെച്ചിരിക്കും. എനിക്കും ഇങ്ങനെ പിടിച്ചു നോക്കണം. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിറം. ഇതിനെപ്പറ്റി ഓരെന്താണ് പറഞ്ഞിരിക്കണത് നോക്കാം നമുക്ക് ഫസ്റ്റ്. കാരണം ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. പക്ഷേ ഈ ബ്രാൻഡ്, ഈ ഏജൻസി ഭയങ്കര കൂൾ ഏജൻസിയാണ്. ഐ റിയലി ലവ് ദം. ഇതൊക്കെ ഇവിടെ പറയാൻ പറ്റും എനിക്കറിയില്ല. വാട്ട് ഇഫ് ദിസ് ഇസ് വെരി കോൺഫിഡൻഷ്യൽ ഓർ സംതിങ്? Flipkart. This serum is available on Amazon and Flipkart. Okay. ഞാൻ മിക്കവാറും ഇത് പോസ്റ്റ് ചെയ്യില്ല, ഞാൻ ക്രിഞ്ച് എടുത്ത് ചാവും. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യില്ല ഇത്. ബട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റണം. പക്ഷെ നമുക്കിടാൻ ഡ്രസ്സില്ല. ഇപ്പോൾ 2 റീൽ എടുക്കണമെങ്കിൽ ഐ ഹാവ് ടു ചേഞ്ച് ടു 2 ഔട്ട്ഫിറ്റ്സ്, റൈറ്റ്? ബട്ട് നോ, ഞാൻ ഒരു ഔട്ട്ഫിറ്റ് തന്നെ ചെയ്യും. കാരണം ഇത് ഇൻസ്റ്റാഗ്രാമുക്കും അത് യൂട്യൂബുക്കുള്ളതാണ്. രണ്ടും 2 പ്ലാറ്റ്ഫോമാണ്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നമുക്കൊരു വെള്ള ഔട്ട്ഫിറ്റ് തന്നെ ഇടാം. ഈ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടോ? ഇത് പൊതുവെ ഞാനിപ്പോൾ ചെയ്യുന്ന കലാപരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ബുക്കിൽ നമുക്ക് വാട്ട് ടു ഷൂട്ട് എന്നുള്ളത് എഴുതി വെക്കലാണ്. സോ അപ്പോൾ അതാകുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഇതുണ്ടാവും, എന്തൊക്കെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, എന്തൊക്കെ ക്ലിപ്സ് എനിക്ക് ബാക്കിയുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ നേരത്തെ വരെക്കും ഞാൻ നോക്കണം, പഠിച്ചോനെ ഇതിപ്പോൾ തികയൂലല്ലോ, പിന്നെ ഈ ഡ്രസ്സ് തന്നെ മാറ്റി കോലത്തിൽ തന്നെ ഇരിക്കാറുണ്ട്. കുറച്ച് അടിയാറ് പിടിച്ച പരിപാടിയല്ലേ. റെഫറൻസ് വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഇത് കണ്ണു നല്ല ഉറക്കക്ഷീണുണ്ട്, വേറെ കാര്യം. റെഫറൻസ് വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഉറക്കക്ഷീണമൊന്നും ഇത്ര ഇതുണ്ടാവില്ല, എന്ത് കൺഫ്യൂഷൻ. സോ നമുക്ക് റെഫറൻസ് വീഡിയോ ഉണ്ടോ എന്ന് തപ്പി നോക്കാം. വീഡിയോ തപ്പിയിട്ട് എവിടെയും വീഡിയോ കിട്ടിയില്ല. വാവ്, ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം. ഗൈസ്, വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാണ്ട് നിങ്ങളോട്. എനിക്കിപ്പോൾ ഒരു 1 മന്തായിട്ട് എപ്പോഴും വരുന്നൊരു സാധനമാണ്. എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ കുറേ ആൾക്കാർക്ക് തോന്നിയിരിക്കുന്നു പറഞ്ഞു. കമൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നെ കണ്ടിക്കോ. ഒരു മിനിറ്റ്. ഫസ്റ്റ് കമൻറ്റ്, എന്നെ കാണാൻ ഹനാൻ ഷാ വ്ലോഗിൽ സൽമാനെ പോലെ ഉണ്ടോ? ഇല്ല, പിന്നെ എന്താ പറയണാവോ. അപ്പോൾ അതിന് കമൻറ്റ്, എനിക്കും തോന്നി, എനിക്കും സത്യം ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു സൽമാൻ്റെ അനിത്യയാണോ എന്ന്. അപ്പോൾ ഇതാണോ ആയിഷ? ഏതായിഷ? ഏതായിഷ എനിക്കറിയില്ല മക്കളെ. ഹനാൻ ഷായുടെ ഗ്യാങ്ങിലെ സൽമാനെ പോലെ ഉണ്ട് നിന്നെ കാണാൻ.
ഇനിയുണ്ട് യു ലുക്ക് ലൈക്ക് ഹനാൻഷാ ഫ്രണ്ട് സൽമാൻ ഫീമെയിൽ വേർഷൻ പോലെ തോന്നിയവരുണ്ടോ? ശരിക്കും സൽമാൻ. ഇനിയുണ്ട്, കുറേ ഉണ്ടായിരുന്നു. സൽമാൻ്റെ അനിയത്തിയാണോ? അല്ല, ഞാൻ ഉവൈസ് മുഹമ്മദിൻ്റെ അനിയത്തിയാണ്. ഓക്കെ, നീ അത് ചോദിച്ചു വരത്താം. സൽമാൻ്റെ അനിയത്തി അല്ല ഓടുന്നു. അപ്പം അങ്ങനെ ഇവരെന്തുകൊണ്ടാണത് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം ഞാൻ ഇവർ പറഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ ശ്രദ്ധിക്കണത്, ഇങ്ങനെ എന്നൊക്കെ. അപ്പം ഞാൻ ഇതുവരെ പോയി നോക്കിയപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഒരു പറഞ്ഞില്ലല്ലോ. പിന്നെ അതെന്താ പഠിച്ചോനെ, ഇത് എന്നെ അറിഞ്ഞവർക്കൊന്നും ഇങ്ങനെ തോന്നുന്നില്ല. പക്ഷെ എൻ്റെ കമൻറ്റ് ബോക്സ് ഇപ്പം തുറക്കാൻ വയ്യ. എല്ലാ വീഡിയോൻ്റെ അടിയിലും ഉണ്ട് സൽമാൻ്റെ അനിയത്തി, സൽമാനെ പോലെ സൽമാൻ്റെ ഫീമെയിൽ വേർഷൻ അനിയത്തിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അല്ല ഗൈസ്, നിങ്ങൾക്ക് എവിടെ കൊണ്ടാണ് തോന്നുന്നത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോട്ടെ, പുതിയ സബ്സ്ക്രൈബേഴ്സ് പോട്ടെ, എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ കുറേ കാലമായിട്ടുള്ളത്, നിങ്ങൾ പറ അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് ആലോചിക്കാം. പക്ഷെ പുതിയ ആൾക്കാർക്ക് മേ ബി എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് മേ ബി എന്തെങ്കിലുമൊക്കെ തോന്നുന്നതായിരിക്കും, അറിയില്ലല്ലോ. പക്ഷെ ഇതെന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും വരുന്നുണ്ട് എനിക്ക്. എന്താണ് ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ എടുക്കൽ കഴിഞ്ഞു. കണ്ടോ, ഗ്ലോ കാണുന്നുണ്ട്, ഗ്ലോ. ബട്ട് ഇറ്റ്സ് ആക്ച്വലി വിത്തൗട്ട് മേക്കപ്പാണ്. കുറച്ച് ദിവസം മുന്നേ വരെ എൻ്റെ സ്കിന്ന് ഭയങ്കര ടാൻ അടിച്ചിട്ട് കുറേ പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ഗുഡ്, ലൈക്ക് കുറേ ബെറ്ററായി ഇപ്പോൾ. മാഷാ അല്ലാഹ്. ഈ ബെറ്ററായി എന്ന് പറയുമ്പോൾ ഉണ്ടാവും കുറേ കുരുവായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം എല്ലാവരും കൈ പിടിക്കാൻ പറ്റണില്ല. ലാക്മിൻ്റെ എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര ഇതാണ്, അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ. മറ്റവർക്ക് അതില്ല. അപ്പം ലാക്മിന് ഒക്കെ റീഷൂട്ട് പോകേണ്ടി വരും, അതെനിക്കറിയില്ല. പിന്നെ ഇപ്പം എന്താ, പിന്നെ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. സോ ഐ തോട്ട് ഐ ഓർഡർ സംതിങ്. അപ്പോൾ ഞാൻ തലശ്ശേരി ദം ബിരിയാണി ഓർഡർ ആക്കിയിരിക്കണ് തമക്കുന്ന്. ഇപ്പം എത്തും. ആളെന്താ വിളിക്കാത്ത നോക്കി നിൽക്കുകയാണ് ഞാൻ. ഇതിൻ്റെ ഉള്ളിൽ തൈരുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, ബിരിയാണി ഉണ്ട്. ആക്ച്വലി ഇത് ഫുൾ ബിരിയാണി എനിക്ക് 2 നേരം കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ രാത്രിക്കൊക്കെ നമുക്ക് ഫുഡായി. അപ്പോൾ ഇതിന് കുറച്ചെടുത്തിട്ട് നമുക്ക് തിന്നാം. സോ ഹലോ ഗൈസ്, ഞാൻ ചോറ് തിന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. കൊളാബിൻ്റെ അല്ല കേട്ടോ, വേറൊരു വ്ളോഗ് ഇട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കിൻഡർ ജോയ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊന്നുകൂടെ വെക്കട്ടെ. തിന്നാനുള്ളതല്ല, എനിക്ക് എഴുതിയിട്ട് നോക്കിയിട്ട് ഞാൻ തിന്നുള്ളൂ. ഇതാ കിട്ടിയത്. ഇതെന്താ സാധനം, എന്താ അരണൂര് പരം, എനിക്കറിയില്ല. സ്നോ വൈറ്റിൻ്റെ എന്തോ ഒരു സാധനമാണ്. I don't know what this is. So yeah, ഇതൊക്കെ ഉണ്ട് തമ്മിൽ, എനിക്കറിയില്ല. വെറുതെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ളതാ? ഓ അല്ല, ആണ്. അപ്പം അതാണ് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് അടുത്തതും കൂടി പൊളിച്ചു നോക്കാം. ഇപ്പം തിന്നിട്ടില്ലെങ്കിലും മിഠായി പിടിക്കാമല്ലോ അല്ലേ? ഓക്കെ, ASMR പൊളിക്കലാണ്. ഈ നമുക്ക് പ്രിൻസസിനെ കിട്ടിയിട്ടില്ല ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ, ഹാർട്ട് ബ്രോക്ക് എന്നൊക്കെ പറയേ. ഗൈസ്, എനിക്ക് ബ്രോക്കൺ ഹാർട്ട് കിട്ടി. ഐ ലിറ്ററലി ഗോട്ട് ബ്രോക്കൺ ഹാർട്ട്. ലൈക്ക് എനിക്കിത് വേണ്ട. ഒരു പ്രിൻസസിനെ കിട്ടിയിട്ടുള്ളൂ 3 എണ്ണത്തിന്. ദിസ് ഇസ് നോട്ട് റൈറ്റ്, ദിസ് ഇസ് റോങ്. ഒന്നുമില്ല, എനിക്കത്ര പറ്റിയില്ല, എനിക്കിഷ്ടമായില്ല. എത്താതെ അതോ നമുക്ക് തിന്നാം, കിൻഡർ ജോയ് തിന്നാം. പിന്നെ കുറച്ച് നേരം നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ലിൻ്റെ ടൈമാണ്. സോ നമുക്ക് ചുണ്ട് ഒട്ടിക്കണുണ്ട് ഡ്രൈ ആയിട്ട്. നെറ്റ്ഫ്ലിക്സ് കണ്ടു തീർക്കാം. കുറച്ച് സാധനം നെറ്റ്ഫ്ലിക്സും. എന്നിട്ട് നമുക്ക് കുറച്ച് ക്ലീൻ ആക്കണം. രാത്രി പഠിക്കാം. മറ്റന്നാൾ എനിക്ക് എക്സാമാണ്. 26-ാം തീയതി എനിക്ക് 2 എക്സാം ഉണ്ട്. ഒന്നും അറിയില്ല, അത് പഠിക്കണം. അത് ഞാൻ പറഞ്ഞു. കുറച്ചെങ്കിലും നമുക്ക് റിസൾട്ട് വരുമ്പോൾ ധൈര്യത്തിലിരിക്കാൻ പറ്റണം. പാസ്സാവും, ആ ഒരു ധൈര്യം വേണം. ചില്ലമണി ചാമരമറ്റില്ലരുവി ചിന്തുകളായി കാറ്റും പോനിരാ